ഹായ് എവരിവൺ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പാറ്റേൺ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ നിന്ന് പിക്ക് ചെയ്താണ്. ഓക്കെ, ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ലൈനിൽ വരുന്നത് 1 2 3 4 5 അത് നിങ്ങൾക്കറിയാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ ആ ഒരു വാല്യൂസ് ജെ കോളത്തിൻ്റെ വാല്യൂ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നമ്പറിനെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുപോയാൽ മതി, സിമ്പിളായിട്ട് പ്രിൻറ്റ് ചെയ്യുക. പക്ഷെ സെക്കൻഡ് റോയിൽ വരുന്ന ടൈമിൽ 2 4 6 8 എന്നാണ്. പിന്നെ വരുന്നത് കണ്ടോ 3 6 9. ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 4 8 പിന്നെ 5. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ ആകെ 5 റോസിലേ വരുന്നുള്ളൂ. പക്ഷേ എങ്ങനെ വരുന്നത്, ഓരോ റോസിലും വരുന്നത് അവിടെ ഫസ്റ്റത്തെ എലമെൻസിനെ എന്ത് ചെയ്യാണ്, പിന്നെ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് കോളങ്ങളിലൊക്കെ പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ 2 പാറ്റേൺസ് ആണ് നോക്കാൻ പോകുന്നത്. രണ്ടും സെയിം നമ്പേഴ്സ് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സ്പേസ് ആക്കിയിട്ട് പ്രിൻറ്റ് ചെയ്യുക. അത് ചെറിയൊരു ചേഞ്ചസ് ഉള്ളൂ, പക്ഷേ അതെങ്ങനെയാണ് ചെയ്യുക എന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൂടി എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, രണ്ടും ഞാനിത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് നേരിട്ട് കോഡിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ട ഇത് കൊടുക്കാൻ, ജസ്റ്റ് വേരിയബിൾസ് ഒക്കെ ഇൻ്റെ ഐ, അതുപോലെ വേറെ നമുക്ക് ഏതാ വേണ്ടത്, ജെ എന്ന് പറയുന്നത് 2 ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഒരു എൻ എന്ന് പറയുന്ന വേരിയബിളിൽ ജസ്റ്റ് വാല്യൂ 5 കൊടുക്കാം. കാരണം ടോട്ടൽ നമ്മൾ 5 റോസിലായിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മളെ ഔട്ടർ ഫോർ ലൂപ്പ് വേണം. ഓക്കെ, ഈ ഔട്ടർ ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിന്, താഴെ ഓരോ റോസിലായിട്ട്, ഇവിടെ ഇൻ്റെ ആവശ്യമില്ല, ഓരോ റോസിലായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഐൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, 1 എന്ന് പറഞ്ഞ് കൊടുക്കാം. നെക്സ്റ്റ്, അപ്പോൾ ഐ ഏതുവരെ വേണ്ടി വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് വരെ. അപ്പോൾ ടോട്ടൽ എത്ര, 5 റോസിലായിട്ട് ഇത് പ്രിൻറ്റ് ചെയ്യിക്കും. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ഐ പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുമ്പോഴാണ് ഓരോ പ്രാവശ്യം നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവുന്നു, ഓരോ റോയിലോട്ട് പോകുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ഒരു ഇന്നർ ഫോർ ലൂപ്പ് വേണം. ഓക്കെ, ഇന്നർ ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ജെ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യാം. നമുക്ക് ജെൻ്റെ വാല്യൂ ഇവിടെ യൂസ് ചെയ്യേണ്ടത് നമുക്ക്, നമ്മൾ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ആദ്യം നമുക്ക് 5 എണ്ണം വേണം, പിന്നെ നമുക്ക് 4, അതുപോലെ തന്നെ 3 2 1 ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അത് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓക്കെ, നമുക്ക് ഈ ഒരു ഇവിടെ കൊടുക്കുന്ന നമുക്ക് എന്ത് ചെയ്യാം, ഐയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെ. ഓക്കെ, അങ്ങനെ കൊടുക്കാം. സോറി, നമുക്ക് ഇവിടെ എൻ എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ജസ്റ്റ് 5 എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് 5 എന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ജെൻ്റെ വാല്യൂ പ്ലസ് ചെയ്യുക. ഇവിടെ ഐ എന്ന് പറയുന്നത് ജെ അസൈൻ ഐ എന്ന് പറഞ്ഞ് കൊടുക്കാൻ കാരണം ഓരോ ടൈമിലും ഐൻ്റെ വാല്യൂ എത്രയാണോ ആ ഒരു ഇത് മുതലായിരിക്കും ഫോർ ലൂപ്പ് ജെൻ്റെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റത്തെ ടൈമിൽ നമുക്ക് 5 പ്രാവശ്യം കിട്ടും, കാരണം ഐൻ്റെ വാല്യൂ 1 ആണ് വരുന്നത് ജെൻ്റെ. ഓക്കെ, ജെ അസൈൻ ഐ ആണ്. ഓക്കെ, ജെ അപ്പോൾ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് 5 വരെ പോകും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടൈമിൽ ജെൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കോളം മുതലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ എന്തായിരിക്കും 2 എന്ന് പറയുന്ന വാല്യൂ മുതൽ 5 വരെ. അപ്പോൾ ടോട്ടൽ 4 നമ്പേഴ്സാണ് അവിടെ പ്രിൻറ്റ് ചെയ്യിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇഫ് കണ്ടീഷൻ വെച്ച് എന്തെങ്കിലും സ്പേസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് സ്പേസും കാര്യങ്ങളൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലാണ് പിന്നെ അതിൻ്റെ വാല്യൂ അങ്ങനെ എത്ര എണ്ണമാണ് പ്രിൻറ്റ് ചെയ്യിക്കേണ്ടത് അത്ര ടൈമായിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ഇനി എന്ത് കൊടുക്കാം, പ്രിൻ്റ് എഫിൽ എന്താ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ളത്, %d. ഓക്കെ, നമുക്ക് നമ്പേഴ്സാണ് പ്രിൻറ്റ് ചെയ്യിക്കാനുള്ളത്, ജസ്റ്റ് ഒരു സ്പേസും കൂടി കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് പ്രിൻറ്റ് ചെയ്യിക്കാനുള്ളത് നമുക്ക് നെക്സ്റ്റ് നമുക്കൊരു പുതിയ വേരിയബിൾ വേണം. അപ്പോൾ ഈ ഒരു പുതിയ വേരിയബിളിന് ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ ഔട്ടർ ഫോർ ലൂപ്പിനകത്ത് തന്നെ ഇന്നർ ഫോർ ലൂപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇൻഡ് പി എന്ന് പറയുന്നൊരു വേരിയബിൾ കൊടുക്കാം നമുക്ക്. അതിൻ്റെ വാല്യൂ ഞാൻ ജസ്റ്റ് 1 ആയിട്ട് കൊടുക്കുകയാണ്. 1 ആയിട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ പി എന്ന് പറയുന്ന വേരിയബിൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് ഔട്ടർ ഫോർ ലൂപ്പിന് താഴെ പ്രിൻ്റ് എഫിൽ എന്ത് കൊടുക്കാം, നമുക്ക് /n കൂടി കൊടുക്കണം. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് സിമ്പിളാണ്, നമ്മുടെ ഔട്ട്പുട്ടൊന്നും ആയിട്ടില്ല. ഇപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നമ്മളെപ്പോഴും 1 ആണ് പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടിയില്ലേ, ഈ ഒരു രീതിയിൽ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കാനുള്ള ഒരു പാറ്റേൺ കിട്ടി. ഓക്കെ, ഇനി ഇതിനെ ഈ ഒരു ടൈപ്പിൽ പ്രിൻറ്റ് ചെയ്യിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആലോചിച്ച് നോക്കാം.
ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പീൻ്റെ വാല്യൂ ഓരോ തവണയും ആഡ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പി എന്ത് ചെയ്യുക, ഒരു വട്ടം പ്രിൻറ്റ് ചെയ്ത് പീൻ്റെ വാല്യൂ ++ കൊടുത്തു കഴിഞ്ഞാൽ 1 ഫസ്റ്റ് പ്രിൻറ്റ് ചെയ്യും, പിന്നെ നെക്സ്റ്റ് കോളത്തിൽ എന്ത് ചെയ്യും 2 എന്ന് പ്രിൻറ്റ് ചെയ്യും, പിന്നെ അതുപോലെ 3 എന്ന് പ്രിൻറ്റ് ചെയ്യും, പിന്നെ 4 അങ്ങനെ 5 വരെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം ആദ്യം. ഓക്കെ ഞാനിപ്പോൾ കൊടുത്തപ്പോൾ 1 2 3 4 5 1 2 3 4 1 2 3 1 2 1 എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇപ്പോൾ ഫസ്റ്റത്തെ റോ എന്താണ്, കറക്റ്റാണ്, 1 2 3 4 ആണ്. പക്ഷേ നെക്സ്റ്റ് കോൾ എത്തുന്ന ടൈമിൽ എന്ത് വേണം, നമുക്ക് 1 2 3 4 എന്നല്ല കിട്ടേണ്ടത്, അതിന് പകരം 2 4 6 8 എന്നാണ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പി എല്ലാം നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പീൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, പീൻ്റെ കൂടെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക, കറക്റ്റായിട്ട് വാല്യൂ കിട്ടും. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഐൻ്റെ വാല്യൂ ഫസ്റ്റ് 1 ആയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റത്തെ റോയിൽ നമുക്ക് എന്തില്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം 1 2 3 4 5 തന്നെ കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്യും. കാരണം 1 × 1 ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുക, 1 × 2 2 തന്നെയാണ്, 1 × 3 അതൊക്കെ കറക്റ്റ് തന്നെയാണ് ഫസ്റ്റത്തെ റോ വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ടൈം വരുന്ന ടൈമിൽ ഈ ഒരു ഇന്നർ ഫോർ ലൂപ്പിനകത്ത് എന്ത് ചെയ്യും, പി എന്ന് പറയുന്ന വാല്യൂ ++ ആവും. ഓക്കെ, അതുപോലെ തന്നെ അതുകൊണ്ടാണ് നമുക്ക് 1 2 3 4 5 1 2 3 4 എന്നൊക്കെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഈ ഐൻ്റെ വാല്യൂ ഇനി നെക്സ്റ്റ് ഈ ഒരു ഔട്ടർ ഫോർ ലൂപ്പ് വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ ഐൻ്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും, ++ എന്ന് പറയുമ്പോൾ ഐൻ്റെ വാല്യൂ 2 ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 2 × p എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്യുക. ഓക്കെ, 2 × p എന്ന് പറയുമ്പോൾ പീൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, ഫസ്റ്റത്തെ കേസിൽ 1 തന്നെ ആയിരിക്കും. ഓക്കെ, 1 × 2 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരണം നമുക്ക്, ഓക്കെ 1 × 2 എന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ കോളത്തിൽ രണ്ടാമത്തെ റോയിൽ ഫസ്റ്റ് എന്ത് കിട്ടും, നമുക്ക് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ വീണ്ടും എന്താണ്, വീണ്ടും ജെ ലൂപ്പിൻ്റെ വാല്യൂ ഒന്നുകൂടി, ജെ ലൂപ്പ് അല്ല സോറി, പീൻ്റെ വാല്യൂ ആ ഒരു ഇന്നർ ലൂപ്പിൽ തന്നെ ++ ആകുമ്പോൾ പീൻ്റെ വാല്യൂ എത്രയാവും, 2 ആവും. ഇപ്പോൾ നെക്സ്റ്റ് ടൈമിൽ പ്രിൻ്റ് എന്താ വരിക, p × 2, അതായത് 2 × 2 4 ആണ് നെക്സ്റ്റ് കിട്ടുക. പിന്നെ അതുപോലെ പീൻ്റെ വാല്യൂ പിന്നെയും ++ ചെയ്യുമ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് ഓക്കെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, 2 4 6 8 അതുപോലെ തന്നെ 3 6 9 4 8 5 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ഫസ്റ്റത്തെ കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് വരുന്നത് ഈ ഒരു ഫോർ ലൂപ്പിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. സ്റ്റാർട്ടിങ് എങ്ങനെ സ്പേസ് കൊടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു കണ്ടീഷൻ ഇട്ട് കൊടുക്കുക, ഇഫ് കണ്ടീഷൻ കൊടുക്കാൻ പോവുക. ഈ ഒരു ഇഫ് കണ്ടീഷനകത്ത് എന്താ കൊടുക്കുക നമ്മൾ, അതായത് ഈ ജെൻ്റെ വാല്യൂ ലെസ് ആണോ നോക്കും. ജെൻ്റെ വാല്യൂ ലെസ് ആകുന്ന ടൈമിൽ, അതായത് ഇപ്പോൾ ഫസ്റ്റത്തെ ടൈമിൽ നമുക്ക് സ്പേസ് ഒന്നും വേണ്ട, പിന്നെ നെക്സ്റ്റ് വരുന്ന ടൈമിൽ എന്ത് ചെയ്യണം, നമുക്ക് ഒന്നാമത്തെ കോളത്തിൽ സ്പേസ് വേണം. അപ്പോൾ ജെ എന്ന് പറയുന്നത് 1 വരുന്നു, പക്ഷേ ഐൻ്റെ വാല്യൂ അപ്പോൾ എത്രയാണ്, രണ്ടാമത്തെ റോയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഐ എന്താണ്, അതിനേക്കാൾ വലുതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ ഒരു സ്പേസ് കിട്ടും, ഒറ്റ സ്പേസ് കിട്ടും. ഓക്കെ, അതിൻ്റെ തൊട്ടടുത്ത കുളത്തിൽ എന്ത് ചെയ്യില്ല, സ്പേസ് കിട്ടില്ല. കാരണം രണ്ടും ഈക്വൽ ആയിരിക്കും, ജെയും 2 ആയിരിക്കും, ഐയും 2 ആയിരിക്കും. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ടൈമിൽ 2 കുളത്തിലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കണ്ടീഷൻ കൊടുക്കാം, ജെ ലെസ് ഐ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതെന്തെങ്കിലും ഡൗട്ട്സ് വരുന്നതിന് ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അറിയിക്കുക. ഓക്കെ, നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിഫറെൻറ്റ് രീതിയിൽ ഇത് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, മറ്റുള്ളവർക്കും ആ ഒരു മെത്തേഡ്സും വേണമെങ്കിൽ എന്ത് ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സിമ്പിൾ വേസ് എന്ത് ചെയ്യുക, അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യുക, പ്രിൻ്റ് ഞാനിവിടെ ഇഫ് കണ്ടീഷനും അതുപോലെ തന്നെ എൽസ് കണ്ടീഷനും കൊടുത്ത് ഇനി എന്ത് ചെയ്യുക, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, സ്പേസ് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ് ചേഞ്ച് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ചേഞ്ച് വരാതിരിക്കാൻ കാരണം നമ്മൾ എല്ലാ ടൈമിലും എന്ത് ചെയ്തിട്ടുള്ളത്, എന്താണ് ജെൻ്റെ വാല്യൂ ഐയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ സ്പേസ് കിട്ടാത്തത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നോർമലി. ഓക്കെ, ഓരോ ടൈമിൽ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അത്രയും സ്പേസ്. കാരണം നമ്മൾ താഴോട്ടും അതുപോലെ തന്നെ കോളങ്ങളിലും റോസിലും 5 5 ടോട്ടൽ 10 അതായത് വരുന്ന രീതിയിൽ പ്രിൻ്റ് ചെയ്തിട്ട് അതിൻ്റെ പകുതി എന്ത് ചെയ്യും, ക്രോസ് ആയിട്ട് സ്പേസ് പ്രിൻ്റ് ചെയ്യിക്കുന്നു, ബാക്കി ഇതും പ്രിൻ്റ് ചെയ്യിക്കുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. കേട്ടോ, ഇപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്പേസ് ഇല്ല, പിന്നെ ഒരു സ്പേസ്, പിന്നെ 2 സ്പേസ്, പിന്നെ 3, പിന്നെ 4, അങ്ങനെ സ്പേസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കൊടുത്തു. ഓക്കെ, ഇത് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ,
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.